ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ നമ്മൾ 25 ദിവസം കൊണ്ട് മലയാളം പഠിക്കുന്ന സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡേ 1 ടോപ്പിക് തന്നിരുന്നു. അതിന്റെ MCQന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്ന്. അതുപോലെ ഡേ 2 ടോപ്പിക്കും ഇന്ന് തരും. അപ്പൊ 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ എങ്ങനെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾ എങ്ങനെയെന്നുള്ളത് 3-ാം ക്ലാസ്സിൽ ഉള്ളതായിരുന്നു പിരിച്ചെഴുതാൻ. അപ്പൊ നിങ്ങൾ എങ്ങനെ രണ്ട് വാക്കുകൾ ചേർന്നല്ലേ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് നിങ്ങൾ, പിന്നെ അടുത്തത് എങ്ങനെ. അതുപോലെ എങ്ങനെ എന്നുള്ള വാക്ക് പദശുദ്ധിയിൽ ചോദിക്കാവുന്നതാണ്. എങ്ങനെ, അങ്ങനെ തുടങ്ങിയത്. അപ്പൊ അതെങ്ങനെ എഴുതുന്നത്? എങ്ങനെ, അല്ലെ? വള്ളിയും പുള്ളിയും ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ അധികം എങ്ങനെ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയില് വസ്ത്രം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? അപ്പൊ നമ്മുടെ കോഡ് എന്തായിരുന്നു? അവന് നല്ല വസ്ത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വ്യസനമാണെന്ന് ഓർത്താ മതി. അപ്പൊ വസനം വസ്ത്രമാണെന്ന് ഓർക്കാന്നല്ലേ? അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ എന്താണ്? വസനം. വസ്ത്രത്തിന്റെ അർത്ഥം വരുന്നത് ഓപ്ഷൻ എ ആണ്, വസനം. പിന്നെ എന്താണ്? കാർമുകിൽ വർണ്ണൻ. കറുത്ത മുകിലിന്റെ വർണ്ണമുള്ളവൻ. മുകിൽ മേഘമാണ്. ഇനി അടുത്തത് ഉഡു. ഉഡു രാജമുഖി പാട്ടുണ്ടല്ലോ. ഉഡു എന്താ? ഉഡു നക്ഷത്രമാണ്. ഉഡു, മുകിൽ, ഇതൊക്കെ മുൻകാല ചോദ്യങ്ങളാണ് കേട്ടോ. മിണ്ടാപ്രാണി എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം ആരാണ്? ഉത്തരം വീരാൻകുട്ടിയാണ്. അപ്പൊ വീരാൻകുട്ടിക്ക് 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ്. പിന്നെ നായരൻകുട്ടി എന്ന പേരിൽ ബാലമാസികളിൽ കഥയും കവിതയൊക്കെ എഴുതിക്കൊണ്ടിരുന്നതും ആരാണ്? വീരാൻകുട്ടിയാണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മുൻകാല ചോദ്യമാണ്. അതായത് ബാഹുവിന്റെ പര്യായമല്ലാത്തത്. ബാഹു എന്താണ്? കയ്യല്ലേ? അപ്പൊ പര്യായം അല്ലാത്തത് ഏതാണ്? വലിയത് എന്നൊരു അർത്ഥം ഇല്ലല്ലോ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം, വലിയത്. പര്യായമല്ലാത്തത്. ഇനി കരവും കയ്യും ഭുജവും ഒക്കെ കയ്യാണ്. അപ്പൊ ഭുജമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. കരം ചോദിച്ചിട്ടുള്ളതാണ്. ബാഹു ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുള്ള വാജി എന്താണ്? വാജി കുതിരയാണ്. വാജി വാജി ശിവാജി, ശിവാജിയുടെ കുതിര എന്ന് ഓർക്കാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാജി ഓപ്ഷൻ സി കുതിരയാണ്. ഇനി വേറൊരു വാക്കുണ്ടല്ലോ, അതായത് വാച്ചി, അതെന്താണ്? വചിക്കുക, അത് പറയുകയാണ്. വചിക്കുക, പറയുക. അത് മുൻകാല ചോദ്യമാണ് കേട്ടോ. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉത്തരം എന്താണ്? അമ്പലമണി. നമ്മുടെ കോഡ് എന്തായിരുന്നു? അമ്പലമണി അടിച്ചടിച്ചു വലഞ്ഞു വലഞ്ഞു വയലാർ അവാർഡ്. പിന്നെ അത് അമ്പലമണിക്ക് വേറൊരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ടോ? അമ്പലത്തിൽ ഓടക്കുഴലൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഓടക്കുഴൽ അവാർഡ് ഏതിനാണ്? അമ്പലമണിക്കാണ്. പിന്നെ രാത്രി മഴയ്ക്ക് എന്ത് അവാർഡാണ് കിട്ടിയത്? രാത്രി മഴ പെയ്തത് കൊണ്ടാണല്ലോ പാതിരാപ്പൂ വിരിഞ്ഞത് അല്ലെ നമ്മുടെ കോള്. അപ്പൊ രാത്രി മഴയാണല്ലോ ഹീറോ. അപ്പൊ അത് കുറച്ചുകൂടെ വലിയ അവാർഡ്. കേന്ദ്ര സാഹിത്യം. അപ്പൊ അതുകൊണ്ടാണ് പാതിരാപ്പൂ വിരിഞ്ഞത് അല്ലെ? പാതിരാപ്പൂവിന് കേരള സാഹിത്യം. പിന്നെ മണലെഴുത്തിനോ? മണലെഴുതുന്നത് സരസ്വതി പൂജയ്ക്കല്ലേ? അപ്പൊ മണലെഴുത്ത് സരസ്വതി സമ്മാനം. എല്ലാം കിട്ടിയല്ലോ. അതും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ സുഗതകുമാരി അമ്മ എന്ന് പറയുന്നത് ബോധേശ്വരൻ, കവിയായിട്ടുള്ള ബോധേശ്വരന്റെ പുത്രിയാണ്. പിന്നെ കാടും പുഴയും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായിട്ട് നടക്കുന്ന കവയിത്രി ആരാന്ന് ചോദിച്ചാലും സുഗതകുമാരിയാണ്. കുഞ്ചൻ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ആണ്, മെയ് 5. കുഞ്ചൻ ദിനം മെയ് 5. അപ്പോ ഈ കുഞ്ചൻ നമ്പ്യാര് ഓട്ടംതുള്ളലാണല്ലോ. അപ്പൊ ഓട്ടംതുള്ളലൊക്കെ ആരെങ്കിലുമൊക്കെ കളിയാക്കി കഴിഞ്ഞാൽ എന്താ? മെയ് ഇഞ്ചപ്പരുവായിട്ട് ഇടി കിട്ടും. അപ്പൊ മെയ് ഇഞ്ചപ്പരുവായിട്ട് ഇടി കിട്ടും. മെയ് 5 കിട്ടിയില്ല, ഇനി മറക്കരുത് കേട്ടോ. മെയ് 5 മെയ് ഇഞ്ചപ്പരുവാക്കും. മെയ് 5 കുഞ്ചൻ ദിനം. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം സ്ഥിരം PSC ക്വസ്റ്റ്യൻ ആണ്. കിള്ളിക്കുറിശി മംഗലമാണ് കേട്ടോ. കിള്ളിക്കുറിശി മംഗലം. അപ്പൊ അത് എന്തായിരുന്നു? ഇപ്പൊ നമ്പ്യാരിങ്ങനെ കളിയാക്കും അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ മുഖത്ത് കിള്ള് കിട്ടിയതുപോലെ നമ്മൾ ചമ്മിപ്പോണ രീതിയിൽ മുഖത്ത് കിള്ള് കിട്ടിയാൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറുമല്ലോ. ഓട്ടംതുള്ളൽ കാണുമ്പോൾ ചമ്മുമ്പോഴും ഫേഷ്യൽ എക്സ്പ്രഷൻ മാറും. അപ്പൊ കിള്ള് കിട്ടിയത് വെച്ച് കിള്ളിക്കുറിശി മംഗലം ഓർക്കണം. കലക്കത്ത് കിള്ളിക്കുറിശി. അപ്പൊ കലക്കം കിള്ള് വെച്ചിട്ട് കലക്കത്ത് കിള്ളിക്കുറിശി, അങ്ങനെ ഓർക്കണം കേട്ടോ. അടുത്തത് പ്രേമസംഗീതം രചിച്ചതാരാ? പ്രേമം എവിടുന്നാ വരുന്നത്? പ്രേമം വരുമ്പോ സംഗീതം എവിടുന്നാ വരുന്നത്? ഉള്ളീന്ന് വരണം. ഉള്ളൂരാണ് കേട്ടോ. പ്രേമസംഗീതം ഉള്ളൂർ. അതുപോലെ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ അദ്ദേഹത്തിന്റെ കൃതിയാണ്. പിന്നെ
ആധുനിക കവിത്രയത്തിൽ പെടുന്ന ആളാണ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ആ കൂട്ടത്തിൽ പെടുന്നതാണ്. അടുത്തത് 2 ചിത്രം കൂടെ ഒരുമിച്ച് ചോദിച്ചു. ചിത്രശാല, ചിത്രയോഗം ഇവ യഥാക്രമം രചിച്ചിട്ടുള്ളത്. ചിത്രശാല എന്താ കൂടെ? പാഠശാല, അതിന്റെ ഉള്ളിലിരുന്നാണ് പഠിക്കുന്നത്. അപ്പൊ പാഠശാല വെച്ചിട്ട് ഉള്ളൂർ ഓർക്കണം. ചിത്രയോഗം, യോഗം കൂടുന്നത് വള്ളത്തേലാണ്, വള്ളത്തോൾ. അപ്പൊ ഓർഡർ കിട്ടി കാണുമല്ലോ. ഓപ്ഷൻ ബി ആണ് ഉള്ളൂര്, വള്ളത്തോള്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാ? ഓടക്കുഴൽ അവാർഡ് തുളസീദാസ രാമായണത്തിനാണ്. അപ്പൊ ഓടക്കുഴലും തുളസിയും ആ ഒരു രീതിയിൽ. അപ്പൊ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഓടക്കുഴൽ അവാർഡ് തുളസീദാസ രാമായണം. ഇനി കാമസുരഭിക്ക് എന്താ? കാകൂട്ടിയുള്ളതല്ലേ. കാമസുരഭിക്ക് കേന്ദ്രമാണ്. മാണിക്യ വീണ കുറച്ചുകൂടെ കേരള തനിമയുള്ളതാണല്ലോ. മാണിക്യ വീണയ്ക്ക് ഏതാ കിട്ടിയേക്കുന്നേ പേര്? കേരള സാഹിത്യം. പിന്നെ ഇദ്ദേഹത്തിന് ഒരു അപരനാമം ഉണ്ടായിരുന്നല്ലോ, എന്താ? കുളത്തില് കുളിച്ച് തുളസിത്തറ, അതല്ലേ കോഡ്. അപ്പൊ ഈ തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതുകൊണ്ട് ഇദ്ദേഹത്തെ കേരള തുളസീദാസൻ എന്നാണല്ലോ വിളിക്കുന്നത്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഇത്രയും കിട്ടിക്കാണുമല്ലോ. അടുത്തത് ശരിയായ പദഗ്രൂപ്പ് ഏതാണ്? കുടുംബം ശരിയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത്, വട്ടം കൂടിയിരിക്കുന്നു, കൂട്ടും, കോട്. ജാള്യത നമ്മൾ തെറ്റായിട്ട് പ്രയോഗിക്കുന്നതാ. ശരി എന്തുവാ? ജാള്യമാണ് ശരി. അപ്പൊ താ വന്നതുകൊണ്ട് ആ ഗ്രൂപ്പ് തെറ്റിപ്പോയി. പിന്നെ തത്വം അത് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. മൂഢൻ, മൂഢന്മാരുടെ ഡായ എങ്ങനെയാ? മൂഢന്മാരെപ്പോഴും തല ഉള്ളിലേക്ക് ആക്കിയായിരിക്കുന്നത്. അപ്പൊ ഈ മൂഢന്റെ തല ഉള്ളിലേക്ക് വളച്ചതാണ് ശരി. അപ്പൊ ആ ഗ്രൂപ്പ് തെറ്റിപ്പോയി. ബാക്കി ഓപ്ഷനകത്തുള്ള അസ്തമയം ശരിയാണ്, അഗാധം ശരിയാണ്. അടുത്തത് വ്യത്യസ്തം. വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലൻ, വ്യത്യസ്തം കറക്റ്റ് ആണ്. വേഗത എന്ന പ്രയോഗം തെറ്റാണ്, വേഗം വേണം. അപ്പൊ ആ ഗ്രൂപ്പും തെറ്റി. പിന്നെ തഥാഗതൻ ശരിയായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഉത്തരം എന്തായിരിക്കും? ഏറ്റവും അവസാനത്തെ ആയിരിക്കും. അഭിവാഞ്ച ശരിയാണ്. നമ്മുടെ കോഡ് എന്തായിരുന്നു? നമുക്ക് എന്തെങ്കിലും അഭിവാഞ്ചകൾ ഉണ്ടെങ്കിൽ അച്ഛനോടാ പറയുന്നേ, അവസാനം അച്ഛന്റെ ഛ. അപ്പൊ എന്താ? ഞാനും അങ്ങനെ. അപ്പൊ ഞായും ഛായും കൂടെ ചേർന്നിട്ടാണ് അഭിവാഞ്ച. അടുത്ത മണലരണ്യം. മണലരണ്യത്തിന് എന്താ? മണൽ പ്ലസ് അരണ്യം. അപ്പൊ ഓപ്ഷൻ മണലരണ്യം ശരിയാണ്. പിന്നെ സന്ദിഗ്ധം, സന്ദിഗ്ധവും അസന്ദിഗ്ധവും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. അപ്പൊ എന്താ? ചന്ദനത്തടി കൊണ്ട് യുദ്ധം ചെയ്തു, ചന്ദനത്തടി കൊണ്ട് അസന്നിഗ്ധമായി യുദ്ധം ചെയ്തു എന്നായിരുന്നു കൂടെ. അപ്പൊ ആദ്യം ചന്ദനത്തിൻ്റെതാ, പിന്നെ യുദ്ധത്തിൻ്റെതാ. അപ്പോ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ ഡിയിലെ വാക്കുകളെല്ലാം ശരിയാണ്. അത് ശരിയായ പദം ഏതാ? അതിർത്തി. അയ്യോ, ഇവിടെ ഓപ്ഷൻ കട്ടായി പോ അല്ലേ. അപ്പൊ ഉത്തരം ഏതാ? അതിർത്തി ആണ്. അതായത് അതിർത്തി, അതിര് എന്നുള്ള അതിര് എഴുതത്തില്ലേ, അതുപോലെ അതിർത്തി. ഓപ്ഷൻ എ ആയിരുന്നു ശരി, ഇവിടെ കട്ടായി പോയി. കഴൽ, കഴലിണ കൈ തൊഴുന്നേ, ദൈവത്തിന്റെയൊക്കെ കാല് തൊഴുന്നു എന്ന് പറയുമല്ലോ. അപ്പൊ കഴല് കാല്, നമ്മുടെ കോഡ് എന്തായിരുന്നു? അയ്യോ കാല് കഴിക്കുന്ന ഏതായിരുന്നു കോഡ്? അപ്പൊ കഴല് കാലാണ്. അഴൽ എന്തുവാ? അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി. അഴൽ ദുഃഖമാണ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ? കഴല്, കാല്. ഓപ്ഷൻ ബി ആണ് ഉത്തരേ. അടുത്തത് ശരി ഏതാണ്? അനുഗ്രഹം, സതീർത്ഥ്യൻ. അതിലെ സതീർത്ഥ്യൻ ശരിയാണ്, പക്ഷെ അനുഗ്രഹം തെറ്റിപ്പോയി. അനുഗ്രഹമാണ് ശരി കേട്ടോ. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ നമ്മൾ വിട്ടു. അടുത്തത് ഐകകണ്ഠ്യം പാഠകം ശരിയാണല്ലോ, രണ്ടും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി ബാക്കി നോക്കിയേ. രാപ്പകൽ കല്യാണം, കല്യാണം ശരിയാണ്, പക്ഷെ രാപ്പകൽ ഇവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാ. രാപ്പകലിന് ഒരു പാ മതിയേ. ഇനി അടുത്തത് ആജാനബാഹുവും ഗ്രന്ഥവും, ഗ്രന്ഥം ശരിയാണ്. ആജാനബാഹു അല്ല, ആജാനുബാഹുവാണ്. എന്താണ്? ജാനു മുതല് ജാനു വരെ കൈക്ക് നീട്ടമുള്ളവൻ എന്നൊരർത്ഥമാണ്. അപ്പൊ ജാനു കാൽമുട്ടാണ്. അപ്പൊ ആ ജാനു ബാഹു ശരി. അതൊക്കെ SCRT വാക്കാണ് കേട്ടോ. അപ്പൊ ഈ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്കണം. വീഡിയോയുടെ താഴെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യാം. അപ്പൊ ഇന്ന് ഇപ്പൊ തന്നെ ഡേ 2ലേക്കുള്ള ടോപ്പിക് തരാൻ പോവാണ്. ഡേ 2ൽ നമുക്ക് പഠിക്കാനുള്ളത് വാക്യശുദ്ധിയും നമ്മളുടെ ഫ്രണ്ട്ലി PSC ബുക്കിലെ ആദ്യത്തെ 5 സെറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മുതൽ പഠിക്കാനുള്ള സമയമുണ്ട്. മോക്ക് ടെസ്റ്റ് രാത്രി 10 മണിക്ക് അപ്ലോഡ് ചെയ്യും. മോക്ക് ടെസ്റ്റ് ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഇതുപോലെ നമ്മൾ സൊല്യൂഷനും ചെയ്യും. അപ്പോൾ പഠിക്കാനുള്ള ഇതിന്റെ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ഇട്ടേക്കാം. മോക്ക് ടെസ്റ്റിന്റെ ലിങ്കും രാത്രി ഇട്ടേക്കാം.
ബുക്കില് പേജ് നമ്പർ 9 മുതൽ 15 വരെ ഉള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷനിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് എക്സ്പ്ലനേഷനും കൂടെ നന്നായിട്ട് പഠിക്കുക. ചോദ്യോത്തരം മാത്രം പഠിച്ചാൽ പോരെ, എക്സ്പ്ലനേഷൻ പഠിക്കുക. അപ്പൊ വാക്യശുദ്ധിയും ഈ 5 സെറ്റുമാണ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നാളെ കാണാം.